എനിക്കൊരു 20 വയസ്സുള്ളപ്പോഴാണ് എനിക്കൊരു അലോപ്പതി മരുന്നിന് അലർജി ആവുന്നത്. അപ്പം ഞാൻ ആ മരുന്ന് അതോടുകൂടി അന്ന് ഞാൻ അലോപ്പതി ഞാൻ ഉപേക്ഷിച്ചതാണ്. മറ്റൊന്നും കൊണ്ടല്ല, എനിക്കത് കഴിക്കാൻ പേടിയാണ്, എനിക്ക് അലർജി ഉണ്ടായി, എന്നെ സിവിയറായ സ്കിൻ പ്രോബ്ലം വന്നു. അപ്പം ഞാൻ അന്ന് തൊട്ട് ഞാൻ ആലോചിക്കുമല്ലോ സ്വാഭാവികമായിട്ടും എന്താണ് ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ്, എങ്ങനെ അസുഖം ഇല്ലാതെ, എങ്ങനെ ഒരു എമർജൻസി ഇല്ലാതെ നമുക്ക് ജീവിക്കാം എന്നുള്ളത് സ്വാഭാവികമായി ഞാനും അന്വേഷിച്ചു. ഞാൻ വർഷങ്ങളോളം വീഗൻ ഡയറ്റ്, എൻ്റെ മക്കളെ ഞാൻ പ്രസവിച്ച എല്ലാ മക്കളും പ്രസവകാലവും ഗർഭകാലത്തും ഞാൻ വീഗനായിരുന്നു. ഞാൻ വീഗൻ ഡയറ്റാണ് ഫോളോ ചെയ്തത്. പ്രസവത്തോടടുത്തപ്പോൾ നമ്മുടെ തന്നെ ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പേടിച്ചു പോലും ഭക്ഷണത്തെ ഭയങ്കരമായി റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പാലിച്ച കാര്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ പുറത്ത് ജനം അറിയുമ്പോൾ, ഒരു ഫീച്ചർ വായിക്കുകയൊക്കെ ചെയ്യുമ്പം ആൾക്കാർ നമ്മളോട് ചോദിക്കും ഇതെങ്ങനെയാണ്, ഇതിലേക്ക് ഇത് മനസ്സിലാക്കിയത് എങ്ങനെയാണ്. അപ്പം നമ്മുടെ അനുഭവങ്ങൾ പറയുകയും അവരുടെ അനുഭവത്തിലൂടെ ഇപ്പോഴും നമ്മൾ പറയും നിങ്ങളൊരു കാര്യം ചെയ്താൽ അത് നിങ്ങൾക്ക് എങ്ങനെ ഭവിക്കുന്നു എന്ന് നോക്കി വേണം നമ്മളോട് പറയാൻ ചെയ്യാം. അപ്പം നമ്മളിവിടെ വന്ന ഇൻ്റർവ്യൂവിൽ ഞാനോ രമ്യയോ അല്ല ചാവറ എന്ന് പറയുന്ന ഈ സ്ഥാപനമോ ഇതിൻ്റെ ഡയറക്ടറോ ആരും ഇത് കഴിയുമ്പം എന്നെ അന്വേഷിച്ച ആളുകൾ വിളിക്കും എന്ന് പറഞ്ഞ് തന്ന ഇൻ്റർവ്യൂവേ അല്ലത്. അങ്ങനെയാണ് അതിനൊരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ നിന്ന് ഞാൻ സംസാരിക്കണം.